ആഖിറത്തിൽ വിജയം കിട്ടുന്ന ആളുകള് അവർക്ക് അല്ലാഹു തആല ചെയ്തു കൊടുത്ത നിഅമത്ത് കൊണ്ട് ദുനിയാവിൽ ഒരു താല്പര്യവും അവർക്കില്ല. ദുനിയാവിൽ വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കണം, ദുനിയാവിൽ വലിയ നേതാവാവണം, അതുപോലെയുള്ള യാതൊരു താല്പര്യവും അവരുടെ മനസ്സിലില്ല. അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്കാണ് ആഖിറത്തിൽ വിജയമെന്ന് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനും നിങ്ങളും അല്ലാഹു നമുക്ക് ചെയ്തു തന്ന നിഅമത്ത് കൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിൽ വിജയിക്കാൻ സാധ്യതയുള്ളവരാണോ അല്ലയോ? ഇത് പരിശോധിക്കാനുള്ള ചില അടയാളങ്ങള് മഹാനായ ഇമാം ശാത്വി തങ്ങള് അവിടുത്തെ കിതാബിൽ ഇഅ്തിസാം എന്ന് പറയുന്ന കിതാബില് അവിടുന്ന് വിശദമായി വിശദീകരിക്കുന്നു. ഏതാണ് അടയാളം എന്നറിയുമോ? നിങ്ങൾ നോക്കൂ, നേരത്തെ ഇവിടെ സയ്യിദ് അവറുകൾ പറഞ്ഞല്ലോ, അടുത്ത മാസവും അതില്ല അടുത്ത മാസവും ഒക്കെ എക്സാമില്ല മാസമാ. നമ്മളുടെ പല മക്കളും SSLC എക്സാം എഴുതാൻ പോകുന്നു, അതുപോലെ +1ലെയും +2ലെയും എക്സാം എഴുതാൻ പോകുന്നു. എന്നാൽ എക്സാം നടക്കുന്നതിന് മുമ്പ് സ്കൂളിലെ പേരൻസ് മീറ്റ് നടക്കുന്നു. ആ രക്ഷിതാക്കളുടെ മീറ്റിങ്ങിന് ചെല്ലുമ്പോ അവിടെ നിന്ന് ടീച്ചർമാര് സാറന്മാര് രക്ഷിതാക്കളോട് പലപ്പോഴും പറയുന്ന അഭിപ്രായമല്ല, അതേ സ്കൂളിലുള്ള ക്ലാസ്സില് 40 കുട്ടികളുണ്ട്, അതിൽ 30 കുട്ടികളും പാസ്സാവുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. 10 കുട്ടികളുടെ കാര്യം വലിയ ബേജാറാ. എക്സാം നടക്കുന്നതിന് മുമ്പ് തന്നെ ടീച്ചേഴ്സ് അതാ വിലയിരുത്തുന്നു. എങ്ങനെയാണ് ഈ പരീക്ഷ നടക്കുന്നതിന് മുമ്പ് 30 കുട്ടികളെ വിജയ സാധ്യതയുള്ളവരാണ്, ബാക്കിയുള്ള 10 കുട്ടികളെ പരാജയപ്പെടാൻ സാധ്യത കൂടുതലുള്ളവരാണ്. എങ്ങനെയാണ് പറയാനാവുക? അവരുടെ ക്ലാസ്സിലുള്ള പെർഫോമൻസ് നോക്കിയിട്ട്, ക്ലാസ്സിലുള്ള ചില സ്വഭാവങ്ങൾ നോക്കിയിട്ട് ടീച്ചേഴ്സ് വിലയിരുത്തുകയാണ്. അതുപോലെ ദുനിയാവിലുള്ള ചില സ്വഭാവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇവൻ ആഖിറത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ളവനാണോ അല്ല പരാജയപ്പെടാനുള്ളവനാണോ മനസ്സിലാക്കാൻ കഴിയുമെന്ന് മഹാന്മാരായ അയിമ്മത്ത് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. മരിച്ച് ഖബറിലെത്തിയാൽ ആ ഫൈനൽ റിസൾട്ട് തീരുമാനിക്കുക അല്ലേ? ഖബറിലേക്കുണ്ട് 2 മലക്കുകൾ വരാൻ. ആ മലക്കുകളാണ് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. ഏതാ ചോദ്യം? ചോദ്യങ്ങളൊക്കെ ആദ്യേ റിലീസാക്കിയിട്ടുണ്ട്. ഖബറിലെ ചോദ്യം എന്ന് പറഞ്ഞാൽ സീല് പൊട്ടിക്കാത്ത ചോദ്യമൊന്നുമല്ല അല്ലേ? SSLCയുടെ അല്ലെങ്കിൽ മദ്രസ പൊതുപരീക്ഷയുടെ ചോദ്യപേപ്പർ എപ്പോഴാ സീല് പൊട്ടിക്കല്? ക്ലാസ് റൂമിൽ ഇങ്ങോട്ട് കയറിയിട്ട് ആ കവറ് പൊട്ടിച്ച് അപ്പങ്ങ് കൊടുക്കല. കൊടുക്കുന്ന ഉസ്താദുമാർക്ക് വരെ മുൻകൂട്ടി അറിയില്ല ഇതിലേതാ ചോദ്യം ഉണ്ടാവുക. എന്നാ ഖബറിലെ ചോദ്യം എന്നോ ലീക്കായ ചോദ്യം. എല്ലാവർക്കും അറിയില്ല ഖബറിൽ എന്താ ചോദിക്കുക. മൻ റബ്ബുക അല്ലേ? ഈ മനുഷ്യന്മാരൊന്നും മിണ്ടുന്നില്ലല്ലോ പഠിച്ചോനെ. കാസർഗോഡ് ഈ ഏരിയയിൽ ഖബറിൽ ചോദ്യം ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം അല്ലേ? അള്ളാഹു ഖബറിൽ ചോദ്യം ഇല്ലാത്തവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. സുബ്ഹാനല്ലാഹ്. ചോദ്യം ആദ്യേ പറഞ്ഞു മൻ റബ്ബുക. ഇപ്പൊ നമ്മൾ പറയും അല്ലാഹു റബ്ബീ ഇല്ലേ? അതിന് ഉത്തരം അറിയാത്ത ആരുണ്ടോ? വമൻ നബിയുക. മുഹമ്മദുൻ നബി. മുഹമ്മദ് നബിയാണ് എന്റെ നബി. വമാ ഇമാമുക. ഖുർആനു ഇമാമി. എല്ലാം നമുക്കറിയാം. പക്ഷേ മലക്കുകൾ ഖബറിൽ നിന്ന് ചോദിക്കുമ്പോൾ
ഈ ആൻസർ ഇങ്ങനെ കാണാതെ പഠിച്ചു പോയവനൊന്നും അവിടുന്ന് പറയാൻ കിട്ടൂല. പിന്നെയോ യഥാർത്ഥ ഈമാനോടെ മരിച്ച ആളുകൾക്ക് അവിടുന്ന് അതിന്റെ ഉത്തരം പറയാൻ കഴിയും. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അതാണല്ലോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ. ആരാ? അശറത്തുൽ മുബശ്ശറ, സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബികളിൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ മൂന്നാമനാണ്. ഒരു സംശയവുമില്ല. ആ ഉസ്മാൻ തങ്ങളെ ഖബർ കാണുമ്പോഴത്തേക്ക് ബേജാറായി കരയാൻ തുടങ്ങുന്നു. ചോദിച്ചില്ലേ മഹാന്മാര്, സ്വഹാബത്ത്, അല്ല ഉസ്മാൻ തങ്ങളെ ഖബർ കാണുമ്പോ വല്ലാണ്ട് കരയുന്നു. എന്നാ മുത്തുനബി നരകത്തെ കുറിച്ച് പറയുമ്പോൾ ഉസ്മാൻ തങ്ങൾ അത്ര അങ്ങോട്ട് കരയലില്ല. നമ്മൾ സാധാരണ നരകം പറയുമ്പോ കരയല് അല്ലേ? നമ്മള് എന്ന് പറഞ്ഞാൽ കരയുന്നോല്. ഇപ്പൊ നമുക്ക് ഖബർ കണ്ടാലും കരച്ചിലില്ല, നരകം പറഞ്ഞാലും കരച്ചിലില്ല. ഇപ്പൊ ഖബറിന്റെ അടുത്തൊന്നും സെൽഫി വിടലാണ്, ഖബറിന്റെ അടുത്തൊന്നും ഫോട്ടോ എടുത്തിട്ട് ഇല്ലേ. ഇപ്പൊ അടുത്ത് ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. ഒരു പെണ്ണ് അവളുടെ സ്വന്തം പിതാവ് മരിച്ചപ്പോ ആ മരിച്ചു കിടക്കുന്ന ബാപ്പന്റെ അടുത്തുനിന്ന് ഒരു സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. എന്തിന്? എന്റെ ഉപ്പ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഖബറിന്റെ അടുത്ത് പോയി ഫോട്ടോ എടുക്കുന്ന അത്ര ലാഘവത്തോടെയാ നമ്മൾ ഖബറിനൊക്കെ കാണുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഉസ്മാൻ തങ്ങളെ ഖബറങ്ങോട്ട് കണ്ട പൊട്ടിക്കരയാണ്. റസൂലുള്ളാഹി തങ്ങളെ 2 മക്കളെ കല്യാണം കഴിച്ചു കൊടുത്ത സ്വഹാബിയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. എന്നിട്ട് പറഞ്ഞു, 3ാമതൊരു കുട്ടിയെ കൂടി കെട്ടിച്ചു കൊടുക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉസ്മാനിനെ തന്നെ കെട്ടിച്ചു കൊടുക്കുകയായിരുന്നു. അത്ര അള്ളാന്റെ റസൂലിന്റെ തൃപ്തി നേടിയ മഹാനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് എന്തേ ഖബർ കാണുമ്പോ ഇത്ര കരയുന്നത് എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞത്, സ്വഹാബാ, എനിക്ക് നരകം പേടിയില്ലാത്തത് കൊണ്ടൊന്നും അല്ല, പക്ഷേ ഖബറാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ ഖബറിൽ മലക്കുകളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ശേഷമുള്ളതിനെ കുറിച്ച് ഒരു ബേജാറുമില്ല. ഖബറിൽ രക്ഷപ്പെട്ടോ പിന്നെ എല്ലാ സ്ഥലത്തും രക്ഷയാണ്. ഖബറിൽ പരാജയപ്പെട്ടോ പിന്നെ അവന്റെ കാര്യം വലിയ ബേജാറാണ്. ഖബറിലാണ് ഫൈനൽ റിസൾട്ട് വരിക. എന്നാൽ സുബ്ഹാനല്ലാഹ്, ആ റിസൾട്ട് ഒക്കെ വരുന്നതിന്റെ മുമ്പ്, മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഹസിബൂ ഖബല തുഹാസബൂ. അല്ലാഹുവിന്റെ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുന്നൊരു രംഗം വരാനുണ്ട്. ആ രംഗം വരുന്നതിന് മുമ്പ് സ്വയം നീ നിന്നെയൊന്ന് വിചാരണ ചെയ്യണം. നിന്റെ കയ്യിൽ എന്ത് അമലാണുള്ളത്? നിന്റെ കയ്യിൽ എന്താണ് പറയാനുള്ളത്? ഈ സെക്കൻഡിൽ എങ്ങാനും ഇസ്രായേൽ വന്ന് റൂഹ് പിടിക്കുകയാണെങ്കിൽ എല്ലാ അവസ്ഥ എന്താ? എത്ര ആളുകളെ കുറിച്ചാണ് ഞാൻ ഗീബത്ത് പറഞ്ഞ് പൊരുത്തപ്പെടിക്കാൻ ബാക്കിയുള്ളത്? എത്ര ആളുകളെ കുറിച്ചാണ് ഞാൻ നമീമത്ത് പറഞ്ഞു കളഞ്ഞത്? എത്ര കളവുകളാ ഞാൻ പറഞ്ഞത്? കടം വാങ്ങിയിട്ട് അവധി കഴിഞ്ഞിട്ടും കൊടുക്കാത്ത എത്ര കാശാ എൻ്റെ മേൽ ബാധ്യതയായിട്ടുള്ളത്? ഒന്ന് ആലോചിക്കോ. സ്വന്തം മാതാവിനോടും പിതാവിനോടും തെറ്റിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നവരുണ്ട്. അതുപോലെ ഭാര്യയോട് കയർത്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നവരുണ്ട്. മോനെ, ഈ സെക്കൻഡിൽ എങ്ങാനും ഇസ്രായേലിൽ നിന്ന് വന്ന് റൂഹ് പിടിച്ചാൽ ഈമാനോടെ മരിക്കാൻ കഴിയുമോ? ആലോചിക്കൂ. അതേ, അല്ലാഹു വിചാരണ ചെയ്യുന്നതിന് മുമ്പ്
സ്വന്തമായിട്ട് നീ നിന്നെ ഒന്ന് വിചാരണ ചെയ്യണമെന്ന് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചതാണല്ലോ. അതുകൊണ്ട് ആഖിറത്തിൽ ഞാനും നിങ്ങളും വിജയിക്കാനുള്ള സാധ്യത ഉള്ളവരാണോ ഇല്ലാത്തവരാണോ? വിജയിക്കാൻ സാധ്യതയുള്ള ആളുകൾക്ക് മഹാന്മാരായ അയിമ്മത്ത് പറഞ്ഞ അടയാളങ്ങൾ എന്നിലുണ്ടോ? പരിശോധന നടത്തൂ. ഞാൻ വിശാലമായി വിശദീകരിക്കുന്നില്ല. ഒന്നാമതായി മഹാനായ ഇമാം ശാത്വി എവിടുന്ന് പറയാൻ ആഖിറത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ള ആളുകളുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്ന ഒന്നാമത്തെ സ്വഭാവം അതേ, ഇബാദത്തുകൾ അവന് വലിയ എളുപ്പമായിട്ട് അനുഭവപ്പെടുന്നുള്ളൂ. അത് ആഖിറ വിജയത്തിനുള്ള അടയാളമാ. വാങ്ങുകൊടുക്കുമ്പോഴത്തേക്ക് നിസ്കരിക്കാനുള്ള പൂതി വരുന്നു. പള്ളിയിലതാ ഹദ്ദാദിന് വേണ്ടിയിട്ട് ഇരിക്കുമ്പോ അതിലൊന്ന് പങ്കെടുക്കാൻ മനസ്സിൽ തോന്നുന്നു. ഖുതുബിയത്തുൽ മജ്ലിസ് തുടക്കം മുതൽ അവസാനം വരെ ഞാനൊന്ന് പങ്കെടുക്കട്ടെ എന്ന് മനസ്സിൽ തോന്നുന്നു. പാവപ്പെട്ട ഒരാള് വന്ന് മുന്നിൽ ഇങ്ങനെ കൈനീട്ടുമ്പോ ആ പാവപ്പെട്ടവനെ ഞാനൊന്ന് സഹായിക്കട്ടെ എന്നുള്ള ചിന്ത വരുന്നു. അതേ, പള്ളിക്ക് വേണ്ടിയിട്ട് ഒരു ജാരിയായ സ്വതക്ക എന്ന നിലയ്ക്ക് ഒരു ബിൽഡിങ്ങിൽ നിർമ്മാണം നടക്കുകയാണ്. അതിലേക്ക് സഹായിക്കണോന്ന് പറയുമ്പോ സഹായിക്കാൻ മനസ്സ് വെമ്പല് കൊള്ളുന്നു. ഇങ്ങനെയുള്ള സ്വഭാവം നിന്നിൽ രൂപപ്പെടുന്നുണ്ടോ? അത് ആഖിറത്തിൽ വിജയിക്കുന്നവനല്ല ഒന്നാമത്തെ അടയാളമാണ്. സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ്. വാങ്ക് കൊടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു, അയ്യുൽ അഅമാലി അഫ്ളലു യാ റസൂലല്ലാഹ്, തങ്ങളെ ഏറ്റവും അഫ്ളലായ ഇബാദത്ത് ഏതാണ്? മുത്തുനബിന്റെ മറുപടി എന്താ? അസ്സലാത്തു ലി അവ്വലി വഖതിഹാ, നിസ്കാരം അതിന്റെ ആദ്യ സമയത്ത് നിസ്കരിക്കലാണ്. നമ്മളെന്താ ചെയ്യല്? ബാങ്ക് കൊടുത്താൽ പെട്ടെന്ന് നിസ്കരിക്കണം എന്നാണോ നമുക്ക് തോന്നാറുള്ളത്? അല്ലെങ്കിൽ അസർ ബാങ്ക് കൊടുക്കാൻ ഏകദേശം ഒരു 3:30 മണി കഴിയല്ലോ, സമയം എമ്പാടുണ്ട്, അതുകൊണ്ട് കുറച്ചുകൂടെ അങ്ങോട്ട് കഴിയട്ടെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞു പിന്നെയും കഴിഞ്ഞു. അവസാനം അസർ ബാങ്ക് കൊടുക്കാൻ ഒരു 5 മിനിറ്റുള്ള ഒറ്റ കുത്തിമറയലാണ്. ഇതാ നമ്മളുടെ നിസ്കാരം അല്ലേ? ചില ആൾക്കാർ പറയുന്ന ഒറ്റ ഒളു കൊണ്ട് 2 നിസ്കാരം നിസ്കരിക്കാലോ. സുബ്ഹാനല്ലാഹ്, ലാഭം നോക്കി ഒരൊറ്റ ഒളു കൊണ്ട് 2 നിസ്കാരം, ളുഹർ നിസ്കരിക്കുക, അസർ നിസ്കരിക്കാലോ. ഇങ്ങനെ ലാഭം നോക്കുന്ന മനുഷ്യന്മാർ. മഗ്രിബ് സുബ്ഹാനല്ലാഹ് ഏറ്റവും അവസാനം കൊണ്ടുപോയി നിസ്കരിക്കും. സുബഹിന്റെ കാര്യം പിന്നെ പറയും വേണ്ട. അല്ലാഹ്, സുബഹി ബാങ്കിന്റെ സമയപ്പാ, ഉദയം എപ്പയാ? 6:57. ബാങ്ക് കൊടുക്കലപ്പാ 5:38. അൽഹംദുലില്ലാഹ്. കൂടുതൽ ആൾക്കാർക്കും ബാങ്കിന്റെ സമയം ഓർമ്മ ഉണ്ടാവില്ല. ഇവിടെ ഇപ്പൊ ഞാൻ ബാങ്കിന്റെ സമയം ചോദിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരോടും പറഞ്ഞല്ലോ അല്ലേ? പറഞ്ഞോ? ഈ മനുഷ്യന്മാർക്ക് സംസാരിക്കാനുള്ള ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. സുബ്ഹാന ജല്ല ജലാല്. നിങ്ങൾ ഞാൻ തമ്മിൽ പിണക്കൊന്നുമില്ലല്ലോ, തെറ്റിലൊന്നുമല്ലല്ലോ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കി തരട്ടെ.
ഇനി അടുത്ത കൊല്ലം ഉസ്താദിനോട് പറയും ആ മൊയ്ലിയാരെ വിളിക്കേണ്ട, അയാൾക്ക് വല്ലാണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, മുന്നിൽ വന്നിരിക്കാൻ വയ്യൂല അല്ലേ? ഒരു ജീവനുള്ള സദസ്സാവണം അല്ലേ? നിങ്ങളിങ്ങനെ അനങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് കേൾക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു കബൂലാക്കട്ടെ. ഇടയ്ക്ക് നിങ്ങളെ ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്കൊരു റാഹത്താണ്, അതിനാ ചോദിക്കുന്നത്. അള്ളാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കി തരട്ടെ. സുബ്ഹി നിസ്കാരം വാങ്കിന്റെ സമയം പള്ളിയിലെ മുഅദ്ദിനെ ഓർമ്മ ഉണ്ടാവും, നാട്ടുകാർക്ക് ഓർമ്മ ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്, ഉദയം കറക്റ്റായിട്ട് ഓർമ്മ ഉണ്ടാകും. എന്താ കാരണം? സുബ്ഹി നിസ്കാരം ഖളാ ആവുന്ന ടൈമാണത്, ഖളാ ആവുന്ന സമയമാണ്. ഉദയം കഴിഞ്ഞാൽ പിന്നെ സുബ്ഹി ഖളാ ആയി. അതുകൊണ്ട് അവസാന സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കാൻ കലണ്ടറിൽ ആ സമയം പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. ഇബാദത്തിനോട് താല്പര്യം തോന്നുന്നുണ്ടോ ആഖിറത്തിൽ വിജയിക്കുന്നതിന്റെ ലക്ഷണം. സുബ്ഹാനല്ലാഹ്, ഒരു ദിക്റിന്റെ മജ്ലിസിലെങ്ങാനും കുടുങ്ങിയാൽ ആ ദിക്റിന്റെ മജ്ലിസ് കഴിയുന്നത് വരെ വല്ലാതെ ഉറക്കം തൂക്കലാണ്. വയലിന്റെ മജ്ലിസിലിരുന്നാൽ വല്ലാതെ ഉറക്കം വരുന്നു. എന്നാൽ ഗാനമേളയിലാണെങ്കിലോ 12 മണി കഴിഞ്ഞാലും കുഴപ്പമില്ല, 1 മണി കഴിഞ്ഞാലും 2 മണി കഴിഞ്ഞാലും നിൽക്കാൻ പോലും സ്ഥലമില്ല. വല്ലാതെ റഷ് തന്നെ, എന്നാലും അവന് യാതൊരു കുഴപ്പവുമില്ല. ഇതെല്ലാം പരാജയത്തിന്റെ ലക്ഷണമാണ്. അറിയുമോ, കഴിഞ്ഞു പോയ മഹത്തുക്കളായ ആളുകളുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് വല്ലാത്ത അസൂയ തോന്നുന്നു. മഹാനായ സക്കരിയൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, വലിയ പണ്ഡിതനാണ്, വലിയ മഹാനാണ്. ആ സക്കരിയൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ വയസ്സ് 100 വയസ്സിനോട് അടുത്ത സമയമാണ്. ആ സമയത്ത് പോലും അവിടുന്ന് സുന്നത്ത് നിസ്കാരം പോലും ഇരുന്ന് നിസ്കരിക്കാറില്ല. ഇബാദത്തിനോടുള്ള വലിയ താല്പര്യമാണ്. 100 വയസ്സിനോട് അടുത്തിട്ടുണ്ട്. ആ സമയത്ത് പോലും സുന്നത്ത് നിസ്കാരം പോലും ഇരുന്ന് നിസ്കരിക്കാറില്ല. 100 വയസ്സിനോട് അടുത്ത സമയമാണ്. സുന്നത്ത് നിസ്കാരത്തില് നിന്ന് നിസ്കരിക്കൽ നിർബന്ധമുണ്ടോ? നിർബന്ധമില്ല. ഫർള് നിസ്കാരത്തിലെ നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കൽ നിർബന്ധമുള്ളൂ. സുന്നത്ത് നിസ്കാരത്തില് അസലായിട്ട് നിൽക്കാൻ കഴിയുന്നവനും വേണമെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം. അതാണ് മസ്അല. നിന്ന് നിസ്കരിക്കലാ നല്ലത്. കാരണം അള്ളാന്റെ മുന്നിലാ നിൽക്കുന്നത് എന്നുള്ള ബോധം ഉണ്ടായാൽ അവനെങ്ങനെ ഇരിക്കാൻ കഴിയൂല. ഇപ്പൊ തങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ എല്ലാ ആൾക്കാരും എഴുന്നേറ്റ് നിന്നു ഇല്ലേ? പ്രായഭേദമന്യേ എഴുന്നേറ്റ് നിന്നു. സുബ്ഹാനല്ലാഹ്, എന്തേ കാരണോ? അതൊരു വലിയ ബഹുമാനാണ്. തങ്ങളെ മുന്നില്, ആലിമീങ്ങളെ മുന്നിൽ, സയ്യിദന്മാരെ മുന്നിൽ, മാതാപിതാക്കളെ മുന്നിൽ, അതൊക്കെ നമ്മളൊന്നും ഇങ്ങനെ എഴുന്നേറ്റതോ. എന്നാൽ റബ്ബിന്റെ മുന്നിൽ എങ്ങനെ നമ്മൾ ഇരിക്കല്? അള്ളാന്റെ മുന്നില് അള്ളാഹുമായി മുനാജാത്ത് നടത്തുമ്പോ എങ്ങനെ ഇരിക്കാൻ കഴിയാ? മഹാനായ സക്കരിയൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു അവിടുന്ന് സുന്നത്ത് നിസ്കാരം പോലും നിന്നിങ്ങനെ നിസ്കരിക്കുകയാണ്. അവിടുത്തെ ശിഷ്യന്മാര് പറയുന്നു, പലപ്പോഴും ഉസ്താദ് ഇങ്ങനെ നിന്ന് നിസ്കരിക്കുന്നത് കാണുമ്പോ ഞങ്ങൾക്ക് വല്ലാത്ത ബേജാറ് തോന്നാറുണ്ട്. എന്തേ കാരണമെന്നറിയോ? പലപ്പോഴും ഉസ്താദ് ഇങ്ങനെ വളരെ പ്രയാസപ്പെട്ട് നിന്ന് നിസ്കരിക്കുമ്പോ ഉസ്താദ് വീണ് പോകുമോ ഞങ്ങൾക്ക് പേടി തോന്നുന്നു. ഉസ്താദിന്റെ നിസ്കാരം കഴിയുന്നത് വരെ
ശിഷ്യന്മാരിങ്ങനെ ബേജാറിൽ നിൽക്കുകയാണ്, ഉസ്താദെങ്ങാനും വീണുപോയാലോ. അങ്ങനെ ഒരു വേള ശിഷ്യന്മാർ ഉസ്താദിനോട് ചെന്ന് ചോദിച്ചു, അല്ലയോ ഉസ്താദ്, എന്തിനാണ് അങ്ങിങ്ങനെ വളരെ പ്രയാസപ്പെട്ട് നിന്ന് നിസ്കരിക്കുന്നത്? ഖദ് റഖ്ഖസല്ലാഹു ലക, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേക്ക് ഇളവ് തന്നിട്ടില്ലയോ? സുന്നത്ത് നിസ്കാരത്തിൽ നിൽക്കാൻ കഴിവുള്ളവർക്ക് വരെ നിൽക്കേണ്ടതില്ല, പിന്നെ എന്തിനാണ് അങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുന്നത് ഉസ്താദ്? ഒന്ന് ഇരുന്ന് നിസ്കരിച്ചൂടെ? നമ്മളെ പള്ളിയിൽ കസാലുണ്ടോ? കസേരണ്ടോ? മിണ്ടുന്നില്ല. കസേരണ്ടോ? മിണ്ടുന്നില്ല. 4 കസേര എത്രയുള്ളൂ? അല്ലെ 40? 4. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്നാലും നല്ല മെച്ചാണ്. 4 കസേരയുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഇന്ന് ബാക്കിലെ സഫ് മൊത്തം കസേര സഫായി മാറുക പല പള്ളികളിലും. ഹൗലിന്റെ സമീപത്ത് വരെ ഓടിച്ചാടി ഇങ്ങോട്ട് വരുന്ന ചെറുപ്പക്കാരൻ പള്ളിയിലുണ്ടാവും, കസേരയിൽ ഇങ്ങനെ ഇന്ന് നിസ്കരിക്കുന്നത്. എന്തേ? അത് കാലിൽ ചെറിയൊരു മുറിവുണ്ട്. സുബ്ഹാനല്ലാഹ്. കാലിൽ ചെറിയൊരു മുറിവുണ്ടാകുമ്പോഴത്തേക്ക് ചാടിക്കേറി കസേരയിൽ ഇരിക്കല പാടില്ല. പരമാവധി നിന്ന് നിസ്കരിക്കണം. ഖുശൂഇന് തകരാറില്ലാത്ത കോലത്തിലില്ല. എന്ത് പ്രയാസാണെങ്കിലും ഇരിക്കണ്ട, നിന്ന് നിസ്കരിക്കണം. സുന്നത്ത് നിസ്കാരത്തിൽ വേണമെങ്കിൽ ഇരിക്കാം. എന്നാൽ സക്കരിയ അൻസ്വാരി തങ്ങളോട് ചോദിക്കാണ്, എന്തിനാണ് ഉസ്താദേ ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? ഖദ് റഖ്ഖസല്ലാഹു ലക്, അല്ലാഹു സുന്നത്ത് നിസ്കാരത്തിൽ നിൽക്കൽ നിർബന്ധമില്ല എന്നൊരു ഇളവ് തന്നതല്ലേ, പിന്നെന്തിനാ ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? ആ സമയത്താണ് മഹാനായ സക്കരിയ അൻസ്വാരി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നത്, അല്ലയോ ശിഷ്യന്മാരെ, നിങ്ങൾ പറയുന്ന കാര്യമെല്ലാം 100% ശരിയാണ്. സുന്നത്ത് നിസ്കാരത്തിൽ നിൽക്കൽ നിർബന്ധമില്ല എന്ന മസ്അല അറിയാത്തതിന്റെ പേരിലല്ല ഞാൻ നിൽക്കുന്നത്. പിന്നെയോ എനിക്ക് വയസ്സേറെയായല്ലോ. എന്റെ ജീവിതത്തിൽ ആയുസ്സിന്റെ അവസാന ഭാഗത്തിലാണ് ഞാനുള്ളത്. ഇനി ഏറെക്കാലമെല്ലാം എനിക്ക് ഈ ദുനിയാവിൽ ആയുസ് ബാക്കിയില്ല. അതുകൊണ്ട് ഓരോ നിസ്കാരത്തിലേക്ക് നിൽക്കുന്ന സമയത്തോ ഇതെല്ലാം അവസാന നിസ്കാരമാണോ? എന്റെ മനസ്സിൽ വലിയ ബേജാറ് വരുന്നു. അവസാന നിസ്കാരമായാൽ എന്നെ അവസാനത്തെ നിസ്കാരം ഒരു ഇരുന്നു കൊണ്ടുള്ള നിസ്കാരമായി പോയാൽ നാളെ ആഖിറത്തിൽ നല്ല നന്മതിന്മകള് അവിടെ വെച്ചിങ്ങനെ വായിക്കപ്പെടുമ്പോ അവസാനം ചെയ്ത അമലല്ലേ അവസാനമായിട്ട് വായിക്കുക. അവസാനമായി അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് അവിടെ മലക്കുകളെ വായിക്കുക. സ്വല്ലാ സക്കരിയാഉ ഖായിദാ, സക്കരിയ ഇരുന്നു കൊണ്ട് നിസ്കരിച്ചു. സക്കരിയ ഇരുന്നു കൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചു. ഇതല്ലേ അവസാനമായിട്ട് എന്റെ ഏടില് വായിക്കുക. എല്ലാ അവസാനത്തെ അമല് ഇരുന്നു കൊണ്ടുള്ള നിസ്കാരമാവാ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ നിന്നതല്ല നിസ്കരിച്ചോളാം. ഓ സഹോദരന്മാരെ, നമ്മളൊക്കെ ചെറിയ ഒരു ഇളവ് കിട്ടുമ്പോഴത്തേക്ക് ഇരിക്കാൻ വേണ്ടി വല്ലാതെ താല്പര്യം കാണിക്കുന്നവരാണ്. എന്നാൽ സക്കരിയ അൻസ്വാരി തങ്ങള് 100 വയസ്സിനോട് അടുത്ത സമയത്ത് പോലും ഇരിക്കാൻ കൂട്ടാക്കുന്നില്ല, നിന്നുകൊണ്ട് നിസ്കരിക്കുന്നു. എന്തേ കാരണം? തൈസീറു ത്വാഅത്തി അലൈ,
സഹോദരിമാരുടെ ഭാഗത്തേക്ക് ഇൻഷാ അല്ലാഹ് നമ്മളുടെ പ്രവർത്തകര് ബക്കറ്റുമായിട്ട് വരും. നല്ല സംഭാവന നിങ്ങളൊക്കെ നൽകണം. ഇൻഷാ അല്ലാഹ് ഇന്നലെ കവറും കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതും തിരിച്ച് നല്ല സംഭാവന ഇട്ടിട്ട് നിങ്ങൾ ഏൽപ്പിക്കണം. അതോടുകൂടെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള വലിയൊരു പിടിവള്ളിയുടെ അവസരമാണ് ഇപ്പൊ നിങ്ങളെ മുന്നിലുള്ളത്. അഥവാ പള്ളിക്ക് വേണ്ടിയിട്ടൊരു വലിയ ബിൽഡിംഗ് നിർമ്മിക്കാൻ പോവുക. ആ ബിൽഡിങ്ങിന്റെ നിർമ്മാണത്തിലേക്ക് നമ്മൾ ഭാഗമായാൽ നാളെ ഖബറിൽ കിടക്കാൻ നല്ല സമാധാനം കിട്ടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മരണപ്പെട്ടു പോയവരുടെ പേരില് നൽകിയാൽ അവർക്ക് വലിയൊരു സമാശ്വാസമായിരിക്കും. അള്ളാഹു നമ്മളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറൊക്കെ സന്തോഷാക്കി കൊടുക്കട്ടെ. അതുകൊണ്ട് സഹോദരിമാര്, ആ വരുന്ന ആളുകളുടെ കയ്യില് നിങ്ങള് എത്ര സ്ക്വയർ ഫീറ്റ് ആണോ നിങ്ങൾക്കിതിലേക്ക് തരാൻ കഴിയുക, അതുകൂടെ ഒന്ന് എഴുതി അറിയിച്ചാൽ ഇൻഷാ അല്ലാഹ് അത് വലിയ സന്തോഷമാണ്. അള്ളാഹു കബൂലാക്കി തരട്ടെ. അള്ളാഹു എല്ലാവർക്കും ആമീൻ പറയാനുള്ള ആഫിയത്ത് തരട്ടെ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ സക്കരിയൽ അൻസ്വാരി തങ്ങള് അവിടെ മസ്അലയല്ല നോക്കുന്നത്. ചിലവരെങ്ങനെയാണ്, എന്താ ഇരുന്ന് നിസ്കരിച്ചാല് ചോദിക്കും. മസ്അല അല്ല സക്കരിയൽ അൻസാരി തങ്ങൾ നോക്കുന്നത്. ആരാ സക്കരിയൽ അൻസാരി? മസ്അല അറിയാത്ത ആളാ. സൈനുദ്ദീനുൽ മഖ്ദൂം തങ്ങളുടെ ഉസ്താദാണ് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു. അവരുടെ ഉസ്താദാണ് മഹാനായ സക്കരിയൽ അൻസാരി റളിയല്ലാഹു അൻഹു. ആ മസ്അല അറിയാത്തതിന്റെ പേരിലാണോ? അല്ല. പിന്നെയോ, യജമാനനായ റബ്ബിന്റെ മുന്നിൽ എനിക്കിരിക്കാൻ കഴിയൂല. അവർക്കൊക്കെ ഇബാദത്ത് വലിയ എളുപ്പമായിട്ട് അല്ലാഹു തആല അങ്ങ് തോന്നിപ്പിച്ചു കൊടുത്തു. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മളെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ നോക്കൂ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ സാബിത്ത് ഇബ്നു അസ്ലമിൽ ബുന്നാനി റളിയല്ലാഹു അൻഹു. സാബിത്തുൽ ബുന്നാനി തങ്ങള് വലിയ മഹാനാണ്. സുബ്ഹാനല്ലാഹ്. ആ മഹാനുഭാവന്റെ ജീവിതം പരിശോധിച്ചാൽ മഹാനവറുകൾ എല്ലാ ദിവസവും ഒരു ഖത്മ് ഓതി തീർക്കാറുണ്ട്. എല്ലാ ദിവസവും, ഇത് റമദാനിലെ കഥയല്ല പറയുന്നത്, എല്ലാ ദിവസവും ഒരു ഖത്മേ ഓതി തീർക്കുന്ന മഹാനാണ് സാബിത്തുൽ ബുനാനി തങ്ങള്. മാത്രമല്ല, ദിനേന 300 റകഅത്ത് സുന്നത്ത് നിസ്കരിച്ച മഹാനാണ് മഹാനായ സാബിത്തുൽ ബുനാനി. 300 റകഅത്ത് സുന്നത്ത് നിസ്കരിച്ച മഹാൻ. നമ്മൾ 5 വക്ത് നിസ്കാരം ഖളാ ആവാതെ ഒരു ദിവസം നിസ്കരിച്ച് കിട്ടിയാൽ നമ്മൾ പറയാ അൽഹംദുലില്ലാ, അന്നത്തെ ദിവസം നല്ല ബറക്കത്തുള്ള ദിവസാ. കാരണോ ഒരൊറ്റ നിക്കാരം ഒന്ന് ഖളായി പോയില്ല. ഇല്ലേ? നമ്മൾ അങ്ങനെ ആശ്വസിക്കല്. സാബിത്തുൽ ബുനാനി തങ്ങള് 30 ജുസുഉം ഒരു ദിവസം, അഥവാ ഒരു ഖത്മ്. ആ 30 ജുസു ഓതുന്നതോടുകൂടെ 300 റകഅത്ത് സുന്നത്ത് നിസ്കാരം മാത്രം മഹാനവറുകൾ നിസ്കരിക്കാറുണ്ടായിരുന്നു. ഇങ്ങോട്ട് വേണ്ട. മഹാനവറുകൾ 300 റകഅത്ത് നിസ്കരിക്കലുണ്ടായിരുന്നു. ഇനി ഇതാ റമദാൻ വരാൻ പോവുക. 20 റകഅത്ത് തറാവീഹ് നിസ്കരിക്കാനുണ്ട്. ഇല്ലേ? 30 ദിവസം നിസ്കരിക്കലുണ്ടോ? 20. സുബ്ഹാനല്ലാഹ്. ഒന്നിങ്ങനെ ആലോചിച്ചു നോക്കി. കഴിഞ്ഞ റമദാൻ, അതിന്റെ തൊട്ടു മുമ്പുള്ള റമദാൻ, അങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ 20 റകഅത്തും 30 ദിവസവും ജമാഅത്തായി പള്ളിയിൽ വെച്ച് നിസ്കരിച്ച എത്ര നോമ്പ് കഴിഞ്ഞുപോയി എന്നാലോചിക്കുമ്പോ സുബ്ഹാനല്ലാഹ്. ചിലവര് പറയും, ഉസ്താദേ ഏകദേശമൊക്കെ ജമാഅത്ത് തന്നെയാണ്, ഒരു ദിവസം മോളെ വീട്ടിൽ നോമ്പുറക്കാൻ പോയ അന്ന് തറാവീഹ് കിട്ടിയില്ല. അല്ലേ? സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ നോമ്പ് തുറ സൽക്കാരം വീട്ടിലുണ്ടായപ്പോ അന്ന് ആ തിരക്കിൽ അങ്ങോട്ട് പെട്ട് ആകെ ക്ഷീണായി കിടന്നുറങ്ങിപ്പോയി. അന്ന് ഇശാ വരെ ഖളാ. നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി നിക്കാരം ഖളാ.
മഹാന്മാര് പറയുന്നു, സുന്നത്തിന് വേണ്ടി ഫർളിൽ വല്ല കോട്ടവും വരുത്തിയാൽ ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ടൊരു നാട് മുഴുവനും തീയിട്ട് കരിക്കുന്നവനെ പോലെയാണ് അവനെന്ന മഹാന്മാർ. ഒരു വീടുണ്ടാക്കണം, അതിനൊരു നാട് മുഴുവൻ ആദ്യം കത്തിച്ചങ്ങോട്ട് ചാമ്പലാക്കി. അവനെ കുറിച്ച് നമ്മൾ ബുദ്ധിയുള്ള മനുഷ്യൻ എന്നാണോ പറയാ, അല്ല പ്രാന്തനി എന്നാണോ പറയാ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു വീടുണ്ടാക്കാൻ വേണ്ടി ഒരു നാട് മുഴുവനും നശിപ്പിച്ചു കളഞ്ഞാൽ അവനെ ബുദ്ധിയില്ലാത്തവെന്നാ പറയല്. ഇതുപോലെ നോമ്പ് തുറപ്പിക്കൽ സുന്നത്താ. ആ സുന്നത്തിന് വേണ്ടിയിട്ട് ഫർള് ഖളാഅക്ക. ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല വിഭവങ്ങൾ തയ്യാറാക്കുന്നതിന്റെ ഇടയിൽ അസർ നിസ്കരിക്കാൻ സമയം കിട്ടിയില്ല, എന്നിട്ട് ഉമ്മ ത്യാഗം പറയും, ഉസ്താദേ നോമ്പ് തുറക്കാൻ 100 ആളുണ്ടായപ്പോ ഭക്ഷണങ്ങൾ റെഡിയാക്കുന്നതിന്റെ ഇടയിൽ അസർ നിസ്കരിക്കാൻ വരെ സമയം കിട്ടിയില്ല, ഉസ്താദ് ദുആർക്കണം ട്ടോ. ഏത് ഉസ്താദിന്റെ ദുആ സ്വീകരിക്കുന്ന എനിക്ക് വേണ്ടിയിട്ട്? നിസ്കാരം ഖളാഅക്കുന്ന ആളുകളുടെ ദുആ അല്ലാഹു സ്വീകരിക്കൂല എന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടി ആര് ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കൂല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്. ഇനി ചിലപ്പോൾ റമദാനിന്റെ മുമ്പ് ഇങ്ങനത്തെ ഒരു വാലിന്റെ മജ്ലിസ് ചിലപ്പോൾ ഇവിടെ നടന്നോളന്നില്ല. ഉസ്താദിന്റെ നല്ല ഉപദേശം നിങ്ങൾക്ക് ഇടക്കിടക്ക് കിട്ടും. ഏതായാലും ഞാനൊന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. നോമ്പ് തുറപ്പിക്കൽ നല്ലതാണ്, നല്ല അമലാണ്, വലിയ പ്രതിഫലമാണ്. പക്ഷെ നിസ്കാരം ഖളാഅക്കിയിട്ടാവരുത്. 20 റക്അത്ത് തറാവീഹ് പോലും നിസ്കരിക്കാൻ നമ്മളുടെ മനസ്സനുവദിക്കുന്നില്ല. എന്നാൽ മഹാനായ സാബിത്തുൽ ബില്ലാനി റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും ഒരു ഖത്മ് ഓതുന്നു എന്ന് മാത്രമല്ല, ദിനേന 300 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച മഹാനാ. ആ മഹാനുഭാവനതാ വഫാത്താകുന്നു. മഹാനുഭാവന്റെ വലിയ പ്രത്യേകത അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് സൂചിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, സാബിത്തുൽ ബില്ലാനി തങ്ങളെ വഫാത്താകുന്നു. അങ്ങനെ ആളുകൾ ആ ഖബറടക്കത്തിന് വേണ്ടി കൊണ്ടുപോകുന്നു. അങ്ങനെ മഹാനവറുകളുടെ ജനാസ ഖബറിലേക്ക് വെക്കുന്നു. എന്നിട്ട് ആ ഖബറിൽ ഓരോ മൂടുകല്ലുകളെ ഓരോന്നായിട്ട് ഇങ്ങനെ വെക്കുന്നു. അവസാനത്തെ മൂടുകല്ല് വെക്കുമ്പോ ആ മൂടുകല്ല് അടിയിലേക്കങ്ങ് വീണുപോകുന്നു. മയ്യത്തിന്റെ ശരീരത്തിലേക്ക് നേരെ മണ്ണെടുത്ത് ഇടാൻ പാടുണ്ടോ? ഇല്ല ഇല്ല. അതിനല്ലേ നമ്മളെ ഖബറിനൊരു അടിക്കബർ സംവിധാനിക്കാറുണ്ട്. ആ ഖബറിലാണ് മയ്യത്തിനെ കിടത്താറുള്ളത്. എന്നിട്ട് അതിന്റെ മുകളില് മൂടുകല്ലുകൾ വെക്കുന്നു. ആ മൂടുകല്ല് വെച്ച് വല്ല ഗ്യാപ്പും വന്നിട്ടുണ്ടോ എന്ന സംശയത്തിന്റെ പേരില് ചിലരതാ പുല്ലുകള് പറിച്ചുകൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഇലകള് പറിച്ചുകൊണ്ടുവന്ന്, ചെടികള് പറിച്ചുകൊണ്ടുവന്ന് ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യുന്നു. എന്നിട്ടല്ലേ ആളുകൾ 3 പടി മണ്ണ് വാരി എറിയാറുള്ളത്. എന്നാൽ മഹാനായ സാബിത്തുൽ ബില്ലാനി തങ്ങളുടെ ഖബറിലേക്ക് അവസാനത്തെ മൂടുകല്ല് അതങ്ങ് വീണുപോകുന്നു. മൂടുകല്ലും സാബിത്തുൽ ബില്ലാനി തങ്ങളുടെ ആ ശരീരം വെച്ച അടിക്കബറിലേക്ക് അങ്ങ് വീണുപോയി. ഖബറടക്ക ചടങ്ങിന് നേതൃത്വം നൽകുന്ന ആൾ ആ വീണുപോയ കല്ലിങ്ങോട്ട് പുറത്തെടുക്കാൻ അവിടെ വെച്ച 1-2 മൂടുകല്ല് കൂടെ ഇങ്ങോട്ട് ഇളക്കിയിട്ട് അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങി നോക്കുമ്പോ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? സുബ്ഹാനല്ലാഹ്, ഫഇദൻ ഹുവ ഖായിമുൻ യുസല്ലി ഫിൽ ഖബർ. മഹാനായ സാബിത്തുൽ ബുന്നാനി തങ്ങളെ ഖബറിൽ വെച്ച് നിന്നിങ്ങനെ നിസ്കരിക്കുന്നത് കാണുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര വലിയ മഹത്താണ് ഖബറിൽ വെച്ച് നിസ്കരിക്കാൻ.
നമ്മളെ നാട്ടില് ഒരു ഖബറ് തുറന്നു. ആ ഖബറ് എത്രയോ കൊല്ലം മുമ്പ് മറമാടിയ ഒരാളുടെ ഖബർ ഇങ്ങോട്ട് തുറന്നപ്പോ അല്ലേ, കാസർഗോഡ് ജില്ലയിലെങ്ങാൻ ഈ ഹൈവേന്റെ പണി നടക്കുമ്പോ ഏതോ ഒരു ഖബർ മാറ്റി വെച്ചു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. സത്യാണോന്ന് അറിയില്ല. ഇല്ലേ, അങ്ങനെ ഒന്ന് ഉണ്ടായോ? ഉണ്ടെന്നോ? ഉണ്ട് ഇല്ലേ? സുബ്ഹാനല്ലാഹ്. ഖബർ ഇങ്ങനെ തുറന്നു നോക്കുമ്പോ ഒരു 60 കൊല്ലം മുമ്പ് 100 കൊല്ലം മുമ്പ് മറവ് ചെയ്തൊരു മനുഷ്യന്റെ ഖബർ തുറന്നപ്പോ കഫംപുടവക്ക് പോലും ഒരു കേടുമില്ലാതൊരു മയ്യത്ത് കണ്ടാൽ എത്ര വലിയ അത്ഭുതം ഇല്ലേ? സകല വ്ളോഗർമാരും എത്തൂലേ ഇവിടെ? ഇന്നെല്ലാം അങ്ങനെയാണല്ലോ, വ്ളോഗ് ചെയ്യലാണ്. ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ? സുബ്ഹാനല്ലാഹ്. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പൊ പോകുന്നില്ല. ഒരു പെണ്ണ്, ആണുങ്ങളുടെ മാനത്തിന് ഒരു വിലയില്ലാത്തൊരു കാലായിട്ട് നമ്മളുടെ കാലം ഇങ്ങനെ മാറിപ്പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു പെണ്ണ് വാഹനത്തിൽ വെച്ച് ബസ് യാത്രയിൽ ഏതോ ഒരു പുരുഷൻ അപമര്യാദയായി പെരുമാറിയെന്നും പറഞ്ഞിട്ട് അത് വീഡിയോ എടുത്ത് ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. ഒരു മനുഷ്യനെ അങ്ങ് വഷളാക്കി കളഞ്ഞു. ആ മനുഷ്യൻ ഇന്ന് രാവിലെ ആത്മഹത്യ ചെയ്തു കളഞ്ഞു. 37 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര അബദ്ധാണ്. തന്റെ ശരീരത്തിൽ ഒരു അന്യപുരുഷൻ അനാവശ്യമായി സ്പർശിക്കുന്നു എന്നറിയുമ്പോ അത് വീഡിയോ എടുക്കാനുള്ള മനസ്സ് നമ്മളൊന്ന് നന്നായിട്ട് ആലോചിക്കേണ്ടതാണ്. അത് തടയല്ല, പിന്നെയോ അത് വീഡിയോ ചിത്രീകരിക്കാൻ വല്ലാത്ത മനസ്സാണ്. എന്നിട്ട് എല്ലാവരും മുന്നിൽ ആ മനുഷ്യനങ്ങ് വഷളാക്കി കളഞ്ഞു. ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. നമ്മൾ കാരണം ഒരാളുടെയും അഭിമാനത്തിന് ക്ഷതം സംഭവിക്കാൻ പാടില്ല. ഒരു മനുഷ്യന്റെ അഭിമാനത്തിന് പോറലേൽപ്പിക്കുക പഠിപ്പിച്ച ഏറ്റവും വലിയ മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിച്ച നേതാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ സാബിത്തുൽ മുന്നാനി തങ്ങള് അവിടുത്തെ ഖബറടക്ക ചടങ്ങ് പൂർണ്ണമായിട്ടില്ല. അതിന്റെ ഇടയിലാണ് മഹാനായ സാബിത്തുൽ മുന്നാനി തങ്ങളുടെ മൂടുകൾ ഒന്ന് വീണുപോയപ്പോൾ അത് എടുക്കാൻ വേണ്ടി അടിക്കബറിലേക്ക് അങ്ങ് ഇറങ്ങുമ്പോഴാണ് കാണുന്നത് മഹാനവറുകള് ഖബറിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നു. എന്തൊരത്ഭുതമാണ്! അവരതാ വേഗം നല്ല ഖബറടക്ക ചടങ്ങ് പൂർത്തിയാക്കുന്നു. എന്നിട്ട് നേരെ സാബിത്തുൽ മുന്നാനി തങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. ആ വീട്ടിലെ മഹാനവറുകളുടെ മകളുണ്ട്. ആ മകളോട് ചോദിക്കുന്നു, അല്ലയോ മോളെ, ബാപ്പയുടെ വിശേഷമെന്താ? എന്തേ എല്ലാ ബാപ്പാന്റെ ഖബറടക്ക ചടങ്ങ് കഴിഞ്ഞിട്ട് ആ ഖബറിന്റെ മേലെയുള്ള മണ്ണുണങ്ങുന്നതില്ല മുമ്പ് നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം വന്ന് ചോദിക്കാനില്ല കാരണം അപ്പോഴാണ് ആ വന്നവര് മകളോട് പറയുന്നത്, മോളെ, ഖബറടക്ക ചടങ്ങ് നടത്തുന്നതില്ല ഇടയില് ഒരു മൂടുകല്ല് താഴെ വീണുപോയപ്പോ അത് എടുക്കാൻ വേണ്ടിയിട്ടൊന്നിറങ്ങിയപ്പോ കാണുന്നത് നിങ്ങളുടെ ഉപ്പയില്ലേ ഖബറിൽ വെച്ച് നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. എന്തേ നിങ്ങളുടെ ഉപ്പാക്ക് ഇത്രമാത്രം വലിയ ഫളല് കിട്ടാനില്ല കാരണം ഇതൊന്ന് അറിയാനാണ് ഉപ്പാന്റെ ജീവിതകാലത്തുള്ള വിശേഷങ്ങൾ ചോദിച്ചത്. അപ്പോഴാണ് മകള് പറയുന്നത്, എല്ലാ ഉപ്പ എല്ലാ ദിവസവും ഒരു ഖത്മ് ഓതാറുണ്ട്. പോരാ, 300 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാറുണ്ട്. തഹജ്ജുദിന്റെ സമയത്തല്ല ഉപ്പ എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിനോട് മനസ്സ് പൊട്ടിയിട്ട് ദുആ ചെയ്യുന്നൊരു ദുആ ഉണ്ട്. ഏതാണ് ആ ദുആ എന്നറിയുമോ? അല്ലാഹുവേ,
എനിക്ക് നിസ്കരിച്ചിട്ട് പൂതി തീരുന്നില്ല. അതേ, ഈ ദുനിയാവിൽ ജീവനുള്ള കാലത്തോളമല്ലേ എനിക്ക് നിസ്കരിക്കാൻ കഴിയോ? ഏതെങ്കിലും ഒരാൾക്ക് ഖബറിൽ വെച്ച് നിസ്കരിക്കാനുള്ള അവസരം നീ നൽകുമെങ്കിൽ എനിക്ക് ആ അവസരം നൽകണേ അല്ലാ. എല്ലാ ഉപ്പ എല്ലാ ദിവസവും അങ്ങനെ ദുആ ചെയ്യാറുണ്ട്, ഞാനത് കേൾക്കാറുണ്ട്. എല്ലാ ഉപ്പ മനസ്സ് പൊട്ടി അങ്ങ് ദുആ ചെയ്തപ്പോ അല്ലാഹു മനം നിറയുന്ന കോലത്തില് ആ ദുആ അങ്ങ് സ്വീകരിച്ചു പോയി. ഖബറിൽ വെച്ച് മഹാനുഭാവൻ അവിടുന്ന് നിസ്കാരം തുടങ്ങുന്നു. മഹാനായ സാബിത്തുൽ ബുന്നാനി തങ്ങൾക്ക് നിസ്കരിച്ചിട്ട് പൂതി തീരുന്നില്ല. നമുക്ക് നിസ്കരിച്ചിട്ട് പൂതി തീരുന്നില്ല എന്നാണോ? അല്ല, സുബ്ഹാനല്ലാഹ്, നിസ്കരിക്കാൻ പൂതിയില്ല എന്നാണോ നമ്മളുടെ സ്വഭാവം? അല്ലേ? സുബ്ഹി നിസ്കാരമൊക്കെ എഴുന്നേറ്റ് നിസ്കരിക്കാൻ പെടുന്നൊരു പാട്, സുബ്ഹാനല്ലാഹ്, ആ ഒരു അധ്വാനം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ചില ഉമ്മമാർക്ക് അതിരാവിലെയുള്ള ഏറ്റവും വലിയ സാഹസപ്പെട്ട പണി എന്താ? ഭർത്താവിനെ സുബ്ഹിക്ക് വിളിക്കാന്നല്ലേ ഒന്ന്. 2, മക്കളെ വിളിക്കാന്നല്ല, അല്ലേ? ഏറ്റവും വലിയ സാഹസാണ്. ഭർത്താവിനെ വിളിക്കുമ്പോഴാണ് ഭാര്യമാർക്ക് പേടി. കാരണം സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ചിലപ്പോ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറഞ്ഞോളൂ, അല്ലെ ഒരു അടി അങ്ങോട്ട് കൊടുക്കും, ഇതൊക്കെ ഉണ്ടാവും. മക്കളെ അടുത്ത് ആ ബേജാറില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സുബ്ഹി നിസ്കാരം നമുക്ക് വലിയ പൂതി ഉണ്ടാവലുണ്ടോ? അല്ല, എടങ്ങാറായിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആളുകള് ഇബാദത്തിനോട് ആഗ്രഹമുള്ള മനസ്സ് രൂപപ്പെടുത്തിയിടുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനല്ലാഹ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എപ്പോഴും ഇബാദത്തിനോട് വലിയ താല്പര്യമുണ്ടാവണം. അതിനെന്താ ചെയ്യേണ്ടത്? ചിലവര് പറയും, ഉസ്താദെ നന്നാവണമെന്ന് കുറേ കാലമായി ആഗ്രഹിക്കുന്നു. അതിന് നിങ്ങൾ വേലറിയണമെന്നൊന്നുമില്ല. നന്നാവണമെന്ന് കുറേ ആയി ആഗ്രഹിക്കുന്നു, പക്ഷേ നന്നാവാൻ കഴിയുന്നില്ല. നല്ല ഇഖ്ലാസോടൊന്ന് നിസ്കരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഇല്ലേ? എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, നല്ല ഇഖ്ലാസോടൊന്ന് നിസ്കരിക്കണം. റമദാനൊക്കെ വന്നാൽ ഒരു ഹറാമില്ലാതെ ഒരു 3 ഖത്മെങ്കിലും ഓതിയിട്ട് റമദാൻ ഒന്ന് സമ്പുഷ്ടാക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ നടന്ന് കിട്ടുന്നില്ല. സുബ്ഹാനല്ലാഹ്, മഹാനായ ഇമാം ഷഅറാനി തങ്ങള് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, മോനെ, നിന്റെ ശരീരം ചത്തുപോയാൽ അഥവാ ശരീരത്തിന് ജീവൻ നഷ്ടപ്പെട്ടാൽ നമുക്കത് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാവും, ഇല്ലേ? ഒരാൾ മരിച്ചുപോയാൽ പിന്നെ ശ്വാസം വലിക്കൂല, അപ്പൊ നമുക്ക് മനസ്സിലാവും ആള് മരിച്ചിട്ടുണ്ട്. അനക്കല്ല, അപ്പൊ മനസ്സിലാവും ആള് മരിച്ചിട്ടുണ്ട്. എന്നാൽ നിന്റെ ഖൽബ് ചത്തുപോയിട്ടുണ്ടോ, ഹൃദയത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നത് മനസ്സിലാക്കാനുള്ള അടയാളം മഹാനായ ഇമാം ഷഅറാനി തങ്ങൾ പറഞ്ഞു, അൻലാ യജിദ ലിത്വാഅതിഹി സമറാ, ചെയ്യുന്ന ഇബാദത്തിനൊന്നും ഒരു ഫലം കാണുന്നില്ല, അല്ലെങ്കിൽ ഇബാദത്തുകൾക്കൊരു രസം കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കിക്കോ, ഖൽബിന്റെ ജീവനെന്നോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു നമ്മൾ ആ വിഭാഗത്തിൽ പെടുത്താതിരിക്കട്ടെ. ഖൽബ് ചത്തുപോയാൽ പിന്നെ അതിന് ജീവൻ വെപ്പിക്കുക എന്നുള്ളത് വലിയ പ്രയാസാണ്. എന്നാൽ ഖൽബ് ഇങ്ങനെ ചത്തു തുടങ്ങിയിട്ടുണ്ട്, ആ ഖൽബിന്റെ ജീവൻ നഷ്ടപ്പെടാൻ വിടാതെ നിനക്ക് നിന്റെ ഖൽബിനെ വീണ്ടെടുക്കാൻ കഴിയണോ? അതിന് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം മാത്രം ഞാൻ പറയുകയാണ്. അത് പറയാനേ എന്റെ മുന്നിൽ സമയമുള്ളൂ. ഓ പ്രിയപ്പെട്ട സഹോദരാ, ഖൽബ് ചത്തുപോകാതെ ഖൽബിന് ജീവൻ തിരിച്ചെടുക്കണോ?
ഇബാദത്തിനോട് താല്പര്യമുള്ള മനസ്സാവണോ, നന്മയോട് ആഗ്രഹമുള്ള സ്വഭാവമാവണോ? ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം അക്ലുൽ ഹലാൽ. അക്ലുൽ ഹലാൽ 100% ഹലാലാണ് എന്ന് ഉറപ്പുള്ളത് മാത്രമേ നീ ഭക്ഷിക്കാവൂ, ഉപയോഗിക്കാവൂ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാൻ തീരുമാനിച്ചാൽ നമ്മളുടെ ഖൽബ് റിവൈസ് ചെയ്യും, നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏതാ കാര്യം? അക്ലുൽ ഹലാൽ. ഹലാലാണ് എന്ന് 100% ഉറപ്പുള്ളതല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല. ഹലാലാണോ ഹറാമാണോ വേണ്ട, അത് ഒഴിവാക്കി കളയണം. സംശയമുള്ളത് പോലെ എടുക്കണ്ട. 100% ഹലാലാണ് എന്ന് ഉറപ്പുള്ളതേ ഉപയോഗിക്കാവൂ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, കുല്ലു മാ നബത മിനൽ ഹറാം ഫന്നാറു ഔലാ ബിഹി. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. വിളിക്കാത്ത കല്യാണത്തിന് പോയിട്ട് ഭക്ഷണം കഴിച്ചു പോരരുത്. സുബ്ഹാനല്ലാഹ്. ഈ ഓഡിറ്റോറിയങ്ങളിലൊക്കെ അപ്പൊ കല്യാണം നടക്കലില്ലേ? ഇല്ല, ഇവിടെ അങ്ങനെ ആയില്ലേ? ഓഡിറ്റോറിയത്തില്ലേ? ഓഡിറ്റോറിയങ്ങളിലാ കല്യാണം നടക്കില്ല. ചില മനുഷ്യന്മാർക്ക് ഓഡിറ്റോറിയത്തിൽ ഏത് കല്യാണമായാലും വേണ്ടിയില്ല. ഇനി കല്യാണാണോ പൊരേക്കൂടലാണോ അല്ലെന്തെങ്കിലാണോ ഒരു നോട്ടവും ഇല്ല. ആള് കൂടിയത് കണ്ടാൽ അവൻ അവിടെ പോകും, നല്ല സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചങ്ങ് പോരും. എടാ, നിനക്കത് ഹലാലാണോ? ചിലവര് പറയൂ, ഇന്ന് ആ ഓഡിറ്റോറിയത്തിൽ വലിയ കല്യാണം ഉണ്ട്, നല്ല ഉഷാറിൽ ഭക്ഷണം കഴിച്ചു പോരാ. ഭക്ഷണം കഴിക്കാം, പക്ഷേ അത് ഹലാലാണോ ഹറാമാണോ എന്ന് 100 തവണ ആലോചിക്കണം. ഹറാമായ ഒരു തരി ഭക്ഷണം നിന്റെ വയറ്റിലുണ്ടോ, ആ ശരീരം പിന്നെ നരകത്തിലേക്കുള്ളതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഗൗരവത്തിൽ ആലോചിക്കണം. കുല്ലു മാ നബത മിനൽ ഹറാം ഫന്നാറു ഔലാ ബിഹി. ഹറാമിൽ നിന്ന് ഉത്ഭവിച്ച മുളച്ചു പൊന്തിയ സംഗതികളെല്ലാം ആ സംഗതിയോട് നരകമാണ് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുക. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജോലി ചെയ്താലല്ലാതെ കൂലി വാങ്ങാൻ പാടില്ല. ജോലി ചെയ്താലല്ലാതെ കൂലി വാങ്ങാൻ പാടില്ല. മുതലാളിമാരെ പറ്റിച്ച് കൂലി വാങ്ങിയിട്ട് ആ വരുമാനം കൊണ്ട് വീട്ടിലെ ചെലവ് നടത്തിയാൽ, മക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ ആ മക്കള് നന്നാവുമോ? അറബിയുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കാഷ്യറായി ജോലി ചെയ്യുമ്പോ മേശയിൽ നിന്ന് കുറച്ച് വലിച്ച് പോക്കറ്റിലാക്കുന്നു. കട്ടുകൊണ്ടുവന്ന മുതലാണോ? ദുനിയാവിലുള്ള ഏത് കോടതിയിൽ നിന്ന് പിടിച്ചിട്ടില്ലെങ്കിലോ അല്ലാഹു വെറുതെ വിടുമോ? അല്ലാഹു വെറുതെ വിടുമോ? ഇല്ലേ ഇല്ല. ഭാര്യയുടെ വാപ്പായ വല്ലാതെ ബേജാറാക്കി ഇടങ്ങേറാക്കിയിട്ട് സുബ്ഹാനല്ലാഹ് സ്ത്രീധനത്തിന്റെ പേരില് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിട്ട് അതേ ഭാര്യയുടെ ഉപ്പയുടെ കയ്യിൽ നിന്ന് നീ പണം പിടിച്ച് വാങ്ങുന്നവനാണോ? എടാതെ ഹലാലാണോ ഹറാമാ? ആ ഹറാമിന്റെ ലക്ഷ്യങ്ങൾ കൊണ്ട് നീ ബിസിനസ് തുടങ്ങിയാൽ, കച്ചവടം തുടങ്ങിയാൽ ആ കച്ചവടത്തിൽ ലാഭം കിട്ടുമോ? ഇല്ലേ ഇല്ല. ഏത്
കാര്യവും ഹലാല് കൊണ്ട് തുടങ്ങണം, 100% ഹലാലാവണം. ഈ കാര്യമെന്ന് ശ്രദ്ധിച്ചാൽ കൽബിന് ജീവൻ കിട്ടുന്നതാണ് കേട്ടോ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് ലീവ് എടുക്കും, പക്ഷേ കള്ളൊപ്പിടും. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് ചില മനുഷ്യന്മാര്. ഒപ്പ് അവിടെ ഉണ്ടാവും, നാളെ അവിടെ ഉണ്ടാവില്ല. ഒപ്പില്ലെങ്കിൽ സാലറിയിൽ കുറയും, ഒപ്പുണ്ടായാലോ ഫുൾ സാലറി കിട്ടും. എടാ, നീ ജോലി എടുക്കാത്ത ദിവസമാണോ അന്നത്തെ ശമ്പളം നിനക്ക് ഹലാലാണോ? ആണോ? ചില മനുഷ്യന്മാരുണ്ടാവും ഈ സാധാരണ പണികൾക്കൊക്കെ പോകുന്ന, അല്ലെ, ഞങ്ങളുടെ നാട്ടിൽ നാടൻ പണി എന്ന് പറയലുണ്ട്. ഇവിടെ എന്താ പറയാന്നറിയില്ല. എന്താ പറയല്? സാധാരണ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന പണികളൊക്കെ പറമ്പിലും മറ്റുമൊക്കെ ആയിട്ട് പണിയെടുക്കാൻ പോകുന്ന ചില മനുഷ്യന്മാര്, വീട്ടുകാരനുണ്ടോ ഭയങ്കര പണിയെടുക്കും. വീട്ടുകാരനൊന്ന് ഉറങ്ങാൻ പോയി ആളെ പുറത്ത് കാണുന്നില്ലെങ്കിലോ ഇവൻ അവിടെങ്കിലും ഇരിക്കും. അയാളെ ശബ്ദം കേൾക്കുമ്പോൾ പിന്നെയും പണിയെടുക്കും. വൈകുന്നേരം ഫുൾ കൂലിയോന് വേണം. ഇത് ഹലാലാണോ? ഹലാലാണോ? ഹലാലാവൂല, ഹലാലാവൂല. കച്ചവടക്കാര് ശ്രദ്ധിക്കണം. ആളുകളെ പറ്റിക്കാൻ പാടില്ല, ആളുകളെ പറ്റിക്കാൻ പാടില്ല. നല്ല 1 നമ്പർ സാധനമാണ് എന്നും പറഞ്ഞിട്ട് കേടുവന്ന സാധനം കൊടുത്ത് നീ ലാഭം ഉണ്ടാക്കിയാൽ മോനെ അത് ഹറാമാണ്. ആ ഹറാമ് കൊണ്ട് അരി വാങ്ങി തിന്നാൽ നീ റമദാൻ മാസം കുത്തിമറിഞ്ഞത് കൊണ്ടും നിനക്ക് നിന്റെ കൽബില് പ്രത്യേകിച്ചൊരു ഖുശൂഉം നിനക്ക് കിട്ടൂല, നിന്റെ ഇബാദത്തിന് ഒരു രസവും നിനക്ക് കിട്ടൂല. അതുകൊണ്ട് കച്ചവടക്കാർ നന്നായി ശ്രദ്ധിക്കണം, നന്നായി ശ്രദ്ധിക്കണം. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം തട്ടിപ്പുകളാണ് മനുഷ്യന്മാരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും പാടില്ല, ഒരിക്കലും പാടില്ല. നന്നായിട്ട് ഹലാലാണ് എന്ന് ഉറപ്പുള്ളത് മാത്രം കഴിക്കണം. മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങള് അല്ലാഹുവിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. എത്രയാ പട്ടിണി കിടന്നതെന്നറിയോ? എത്രയാണ് പട്ടിണി കിടന്നതെന്നറിയോ? ജീലാനിൽ നിന്ന് ബഗ്ദാദിലേക്ക് ഇൽമു പഠിക്കാൻ വേണ്ടി പോവുകയാണ്. പോകുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം, അല്ലേ? ഉമ്മ സുബ്ഹാനല്ലാഹ് സാധാരണ ഡ്രസ്സിൽ പോക്കറ്റ് ഘടിപ്പിക്കാത്ത ഒരു സ്ഥലത്ത്, അഥവാ കയ്യിന്റെ ഈ തൊക്കുഭാഗത്ത് ഒരു പോക്കറ്റ് എക്സ്ട്രാ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതിലാ 40 സ്വർണ്ണ നാണയം ഫിറ്റ് ചെയ്ത് കൊടുത്തത്. സാധാരണ കൊള്ളക്കാരും കള്ളന്മാരും വന്നാൽ പോക്കറ്റ് തപ്പുമ്പോ സാധാരണ പോക്കറ്റ് ഉണ്ടാവുന്ന സ്ഥലത്താ തപ്പ. ഉമ്മാക്കറിയ കൊള്ളക്കാരുള്ള വഴിയാണ്, അതുകൊണ്ട് ആരുടെയും ശ്രദ്ധ എത്താത്തൊരു ഭാഗത്തൊരു പോക്കറ്റ് തുന്നി പിടിപ്പിച്ചു. കൊള്ളക്കാര് വന്നു, ഫുൾ പരിശോധിച്ചു, ഒന്നും കിട്ടിയില്ല. വേറൊരു ടീം വന്നു, ഫുൾ പരിശോധിച്ചു, ഒന്നും കിട്ടിയില്ല. അവസാനം കൊള്ള സംഘത്തിന്റെ നേതാവ് വന്നു. അയാളെ ചോദിച്ചു, നിങ്ങളെ കയ്യിൽ എന്താ ഉള്ളത് എന്ന് ചോദിച്ചു. 2 വട്ട പരിശോധന കഴിഞ്ഞതാണ്, ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് ആ നേതാവ് ചോദിക്കുന്നത്, എന്തെങ്കിലും ഉണ്ടോ കയ്യില്? പറഞ്ഞു, 40 സ്വർണ്ണ നാണയുണ്ട്. സുബ്ഹാനല്ലാഹ്. എല്ലാ പരിശോധനയും കഴിഞ്ഞു. ആരുടെ പരിശോധനയിലും കുടുങ്ങാതെ, അല്ലേ? എയർപോർട്ടിൽ ഗൾഫിൽ നിന്ന് വരികയാണ്, 2 സ്വർണ്ണ ബിസ്ക്കറ്റുമായിട്ടാ വരുന്നത്. എവിടെ സ്വർണ്ണ ബിസ്ക്കറ്റ് വെക്കല് എന്ന് ഞാൻ പറയുന്നില്ല. സുബ്ഹാനല്ലാഹ്. ചില മനുഷ്യന്മാര് പറയാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ ഘടിപ്പിച്ചിട്ടാ വരല്. പരിശോധന, കസ്റ്റംസിന്റെ പരിശോധന കഴിഞ്ഞു, പിടിച്ചില്ല. എല്ലാ പരിശോധനയും കഴിഞ്ഞു. അവൻ രക്ഷപ്പെട്ട് പുറത്തേക്ക് ഇങ്ങനെ വന്നു. പുറത്ത് വന്ന് എയർപോർട്ടിന്റെ പുറത്ത് ഇങ്ങനെ വന്നപ്പോ അവിടെ വെറുതെ സെക്യൂരിറ്റിക്ക് നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട്, പോലീസുകാരൻ. അയാൾ ചോദിച്ചടാ കയ്യിൽ വല്ലതും ഉണ്ടോ? അപ്പൊ ഇവൻ പറയോ, 2 സ്വർണ്ണ ബിസ്ക്കറ്റ് ഉണ്ട്. ഉണ്ടോ? എല്ലാ പരിശോധനയും കഴിഞ്ഞ് അൽഹംദുലില്ലാഹ് റാഹത്തായല്ലോ എന്ന് പറഞ്ഞിങ്ങനെ വരുമ്പോ മറ്റവൻ ചോദിച്ചു, കയ്യിൽ എന്തോ ഉണ്ടോ? ഉണ്ട്, 2 സ്വർണ്ണ ബിസ്ക്കറ്റ് ഉണ്ട്. പറയോ? പറയൂല. നമ്മളൊക്കെ ചോദിക്കും, ഇനി എന്ത് മനുഷ്യനാടാ, എല്ലാ പരിശോധനയും കഴിഞ്ഞ് രക്ഷപ്പെട്ട് വന്നപ്പോ ഇവിടുന്ന് നീ അത് പറയലാണോ? ഇത് മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങള് നമ്മൾ സ്വർണ്ണ ബിസ്ക്കറ്റ് കടത്തിക്കൊണ്ടുവരുന്നത് പോലെ കൊണ്ടുവരില്ല. സ്വന്തം സ്വർണ്ണ നാണയ കയ്യിലുള്ളത്. ചോദിച്ചു, കയ്യിൽ എന്തോ ഉണ്ടോ? ഉണ്ട്, 40 സ്വർണ്ണ നാണയുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത്ഭുതപ്പെട്ടു പോയി. എന്തേ 2 പരിശോധന കഴിഞ്ഞിട്ടും കൊടുങ്ങാത്തൊരു കാര്യം നിങ്ങൾ ഇങ്ങനെ തുറന്നു പറഞ്ഞത്? അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, എന്നോട് ഉമ്മ പറഞ്ഞിട്ടുണ്ട് കളവ് പറയരുത്,
കളവ് പറയരുത്, അതുകൊണ്ട് ഞാൻ മരിച്ചാലും കളവ് പറയൂല. സുബ്ഹാനല്ലാഹ്. ഇതിങ്ങനെ കേട്ടപ്പോഴാണ് അവരുടെ മനസ്സ് മാറി. ആദ്യമായിട്ട് 40 അംഗങ്ങള് അവിടുന്ന് മുസ്ലിം ആവുക. നിങ്ങൾ ആലോചിച്ചു. എന്നിട്ട് ജീലാൻ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ബഗ്ദാദിൽ ചെന്നിട്ട് ദർസ് പഠിക്കുന്ന സമയത്ത് ഉമ്മ കൊടുത്തയച്ച ഭക്ഷണമൊക്കെ കഴിഞ്ഞു. പിന്നൊരു ഭക്ഷണവും ഇല്ല. ഹലാലാണോ ഹറാമാണോ എന്ന് ഇങ്ങോട്ട് ഉറപ്പ് കിട്ടാത്തോണ്ട് അത് കഴിക്കലുമില്ല. പട്ടിണി കിടക്കുകയാണ്. എത്രത്തോളോ ഒരാള് വന്നിട്ട് മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖിന്റെ മുന്നിൽ വെച്ച് ഒരു റൊട്ടി ഇങ്ങനെ കഴിച്ചു. വിശന്നിട്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങള് ആ മനുഷ്യന്റെ വായിലേക്ക് ഇങ്ങനെ നോക്കി നിന്നുപോയി. ആ മനുഷ്യൻ റൊട്ടിയെടുത്ത് അയാളുടെ വായിലേക്ക് ഇട്ടപ്പോ മുഹയ്യിദ്ദീൻ ശൈഖ് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അറിയാതെ വായ തുറന്നുപോയി. ഇപ്പുറത്തുനിന്ന് അദ്ദേഹത്തിന്റെ വായിലേക്ക് ഇട്ടപ്പോൾ മുഹയ്യിദ്ദീൻ ശൈഖ് അറിയാതെ വായ അങ്ങ് തുറന്നുപോയി. അപ്പൊ ഈ മനുഷ്യൻ കണ്ടു. ഇയാള് ചോദിച്ചു, നിങ്ങൾ ആരാണ്? എന്റെ പേര് മുഹയ്യിദ്ദീൻ എന്നാണ്, അബ്ദുൽ ഖാദർ എന്നാണ് എന്റെ പേര്. നിങ്ങൾ ഏത് നാട്ടുകാരനാണ്? ജീലാനുകാരനാണ്. സുബ്ഹാനല്ലാഹ്. യാത്രക്കാരൻ പറഞ്ഞു, ഞാനും ജീലാനിൽ നിന്നാ വരുന്നത്. അപ്പൊ നിങ്ങള് ആരാണ് എന്താണ് പരിചയപ്പെട്ടു നോക്കുമ്പോ ഈ യാത്രക്കാരൻ പറയാണ്, എന്നാൽ അബ്ദുൽ ഖാദറെ നിങ്ങൾ പൊരുത്തപ്പെടണം. എന്താ പൊരുത്തപ്പെടിക്കുന്നത്? ഇത് ഞാൻ ജീലാനിൽ നിന്ന് വരുമ്പോ നിങ്ങളുടെ ഉമ്മ നിങ്ങൾക്ക് തരാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ച ഭക്ഷണമാണ്. ദിവസങ്ങളോളായി ഞാൻ നിങ്ങളെ അന്വേഷിച്ച് നടന്നപ്പോ എന്റെ കയ്യിലുള്ള ഭക്ഷണം തീർന്നുപോയി. പിന്നെ നിങ്ങൾക്കുള്ള ഭക്ഷണത്തിൽ നിന്നാ ഞാനിപ്പോ കഴിക്കുന്നത്. പൊരുത്തപ്പെട്ട് തരണട്ടോ. കണ്ടില്ലേ? പട്ടിണി കിടക്കാണെങ്കിലും ഹലാലല്ലാതെ കഴിക്കൂല. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയാണ് മഹാന്മാർ. അല്ലാഹുവേ, അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ നന്നാക്കി തരണേ അല്ലാഹ്. ഉവൈസുൽ ഖർനി തങ്ങൾ നായന്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു എന്ന് കാണാം. ഹോട്ടലിന്റെ പിന്നിൽ പോയിട്ട് ആളുകൾ ചവച്ചു തുപ്പിയതെടുത്ത് കഴിച്ചു എന്ന് കാണാം. എന്തേ കാരണോ? ഹലാലും ഹറാമും അത് ഉറപ്പില്ലാത്തത് കൊണ്ട് ഭക്ഷണം കഴിക്കലില്ല. എന്നിട്ട് ഹോട്ടലിന്റെ പിന്നിൽ ആളുകൾ ഉപേക്ഷിച്ചു പോയ ഭക്ഷണം എടുത്ത് കഴിക്കുക. അതെന്തേ? അത് മത്റൂക്കാണ്, ഉപേക്ഷിക്കപ്പെട്ടതാണ്. അത് ഹലാലാണ് എന്ന് സംശയമല്ല. എന്നതിൽ സംശയമല്ല. അങ്ങനെ എടുത്ത് കഴിച്ചു ജീവിച്ചു അവര്. എന്താ കാരണം? ഹറാം തിന്നാൽ ആഖിറം നഷ്ടപ്പെട്ടു പോകും. ഹറാം കഴിച്ചാൽ ആഖിറം നഷ്ടപ്പെട്ടു പോകും. അവര് ദുനിയാവിനേക്കാളേറെ ആഖിറത്തിന് പ്രാധാന്യം നൽകിയവരാണ്. അല്ലാഹുവേ, ഞങ്ങളെ നീ നന്നാക്കി തരണേ റഹ്മാനെ. നീ ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാ. ഇവിടെ നേരത്തെ പറഞ്ഞ ബിൽഡിംഗ് നിർമ്മാണത്തിലേക്ക് വല്ല ആളുകളും തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഈ എന്താ പറയാ ഇല്ലേ, ഇങ്ങനെ അങ്ങോട്ട് ഊതി വീർപ്പിച്ച് കയറ്റിയിട്ട് പിരിവ് വാങ്ങുന്ന പരിപാടിയൊന്നുമില്ല. നിങ്ങൾക്ക് മുന്നിലൊരു അവസരമുണ്ട്, ആഖിറം നേടാനുള്ളൊരു അവസരം. അത് ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അള്ളാഹു കബൂലാക്കട്ടെ. എനിക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. കൊണ്ടുപോകാനുള്ള മൊഹീദ്ദീൻ സാഹിബ് അദ്ദേഹം ഇങ്ങനെ തല കൊണ്ട് നിർത്താൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്നെ അവിടെ എത്തിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആരെങ്കിലും അങ്ങനെ ഉദ്ദേശമുള്ളവരുണ്ടെങ്കിൽ ഒരു 10 സ്ക്വയർ ഫീറ്റ് എൻ്റെ വക മരണപ്പെട്ടു പോയ ബാപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവര് പറയണം. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസ് നീ കബൂലാക്കണേ റഹ്മാനെ. നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ഇതുവരെ പറഞ്ഞതും കേട്ടതുമൊക്കെ നീ കബൂലാക്കണേ അല്ലാ.